ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഹാപ്പി മൺഡേ ആദ്യത്തെ കാര്യം. ആൻഡ് നമ്മുടെ ഫുൾ മൂൺ ആണെന്ന്. ഞാൻ ഫുൾ മൂൺ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, റെമഡീസ് ഞാൻ വേറെ ചെയ്യുന്നില്ല. പഴയ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ അതിൽ സൗണ്ടൊക്കെ ലേശം പോരാ, കാരണം ഞാൻ ആ സമയത്ത് അത്ര എഡിറ്റിംഗ് പഠിച്ചിരുന്നില്ല. സോ അതിൽ സൗണ്ടൊന്നും ലേശം പോരാ, എന്നാലും നിങ്ങൾക്ക് കാണാൻ ഐ തിങ്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഇത് സൂപ്പർ ഫുൾ മൂൺ ആണ് ഇന്നത്തെ. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഫുൾ മൂൺ ആണ്. സോ അതിൻ്റെ അതേ പോലൊരു ലാസ്റ്റ് ഇയർ വന്ന ഒരു ഫുൾ മൂൺ സമയത്താണ് ഞാനത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ബ്ലൂ മൂൺ എന്നും പറയും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓരോ വർഷവും മാറി മാറിയൊന്നും വരില്ല. റെമഡീസ് എപ്പോഴും സെയിം തന്നെയാണ്. ഒക്കെ കുറച്ച് കൂടുതൽ ഐഡിയാസ് നമുക്ക് വേണമെങ്കിൽ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് മാത്രം. ഓക്കെ, ബട്ട് ആ പഴയതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ഫുൾ മൂണോ ന്യൂ മൂണോ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പ്ലേലിസ്റ്റിൽ പോവാം. ഓക്കെ, എൻ്റെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ നമ്മുടെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ലിസ്റ്റ് കാണും. ഓക്കെ, പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ ന്യൂ മൂൺ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഫോൾഡർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫുൾ മൂൺ വീഡിയോസും എല്ലാ ന്യൂ മൂൺ വീഡിയോസും കിട്ടും. അതെല്ലാം നിങ്ങൾ ഏതാ അതിൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ട. അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ. അതിൽ ചിലത് ഞാൻ കോമൺ കാര്യങ്ങൾ പറയാറുണ്ട്. ഉപ്പിട്ട് കുളിക്കൽ, അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യാം. ഓക്കെ, ആ ഫുൾ മൂൺ സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും. ഓക്കെ, അങ്ങനെ ചില റെമഡീസ് ഒന്ന് ആ വീഡിയോസ് ഒന്ന് എടുത്ത് കാണാം. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ എന്തായാലും ഇടും. ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇടാം. അതാ നല്ലത്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഫുൾ മൂണിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അതൊന്ന് പോയി എന്തായാലും കാണാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ വേറെയും വീഡിയോസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേറെയും കാണാം. ഓക്കെ, ഒന്ന് ഓട്ടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ, ഒരുപാട് ഞാൻ ആരും എനിക്ക് തന്നെ ഞാനും അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇരുന്നു ചിലപ്പോൾ ഫുള്ളൊന്നും കേൾക്കൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓട്ടിച്ചോട്ടിച്ച് കേൾക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട് തോന്നി അവിടെ നിർത്തി അവിടെ മാത്രം ഒന്ന് കേൾക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നും ഇപ്പം വീഡിയോസും വ്യൂസും ഒന്നും മാറ്ററല്ല. നിങ്ങൾക്ക് ഉപകാരം കിട്ടണം അതിനെക്കൊണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളതൊന്ന് ഓട്ടിച്ച് കേൾക്കുക ആദ്യം. ഓക്കെ, സ്പീഡാക്കി കേട്ടോളൂ. സ്പീഡാക്കി കേട്ടുപോയിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഫുൾ മൂൺ വീഡിയോ ഞാൻ റെമഡീസ് ഞാൻ സെപ്പറേറ്റ് ഇടുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും മൺഡേയും ആണ്. പിന്നെ പോരാത്തതിന് ചിങ്ങം 1 തുടങ്ങി. ഓക്കെ, അതും മാത്രമല്ല എന്താണ് കൊല്ലവർഷം എങ്ങനെ പറയാം 1200 അല്ലേ, 1200 കടന്നു നമ്മൾ അല്ലേ. സോ ഒരു പുതിയ ഇതാണ്. അപ്പം എനിക്ക് റീഡിംഗ് ആയിട്ട് എടുക്കാനായിരുന്നു തോന്നിയത്. ഞാൻ വെച്ച് എന്തായാലും റീഡിംഗ് എടുത്താലേ മൺഡേ ട്യൂസ്ഡേ എന്ന രീതിക്ക് ഇന്ന് ഇടുന്നില്ല. ഓക്കെ, എന്ന് ജസ്റ്റ് ജനറൽ ആയിട്ട് ഞാൻ റീഡിംഗ് എടുക്കാം. ഈ ആഴ്ച പ്രത്യേകിച്ചും നമ്മുടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. നമുക്ക് ജനറൽ എനർജി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം ഗൈഡൻസ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ 1200 അല്ലേ കൊല്ലം. ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും തുടക്കത്തിൽ എന്നേ പറയുന്നുള്ളൂ, മുന്നോട്ടെന്ന് പറയുന്നില്ല. ഫുൾ അത് വേണം ഞാൻ വേറെ ദിവസം ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇൻഫർമേഷൻ മനസ്സിലായി കാണുന്ന. ഫുൾ മൂൺ ആണെന്ന്. ഫുൾ മൂണിൻ്റെ വീഡിയോ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യും. ലിങ്ക് ഞാൻ പഴയതാണ്, പക്ഷെ കുഴപ്പമില്ല, അത് കാണാം നിങ്ങൾക്ക്. അതിൽ കണ്ട് നിങ്ങൾക്ക് വേണ്ട റെമഡീസ് ഇന്ന് ചെയ്യാം. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ വീഡിയോസ് കാണാം. ഓക്കെ, ആൻഡ് ഇത് ജനറൽ ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നോക്കാം. അതിനുവേണ്ടി എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഐ ഹോപ്പ് സോറി ഞാൻ ഒരുപാട് സംസാരിച്ചു. ഓക്കെ, ഈ മാസം ഈ ആഴ്ച അല്ലേ. ഓക്കെ, 10 ഓഫ് ഓക്കെ, തുടക്കം ലേശം സ്ട്രെസ്ഫുൾ ആണല്ലോ. ഓക്കെ, ഈ ആഴ്ച തുടക്കം ലേശം അടുത്ത ആഴ്ചക്ക് കൂടി എടുത്തിട്ട് നമുക്ക് പറയാം. ഐ മീൻ മുന്നോട്ട് എന്താ വരാൻ പോകുന്നത് കൂടി നോക്കട്ടെ, പറയാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഓക്കെ, ഓക്കെ, ഫൈനലി ഒരല്പം മേ ബി ഇത്രയും കാലത്തെ ഒരു എനർജിയുടെ ക്യാരി ഓവർ ആയിരിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. അതായത് ഈ വർഷം ആക്ച്വലി ഇതിപ്പോൾ ഒരു ശനിയുടെ മാറ്റം നടക്കാൻ പോകുന്നുണ്ടെന്ന് ഒക്കെ പറഞ്ഞു. ശനിയുടെ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ, ഇടവം
എന്താണ് കാർത്തിക, രോഹിണി, മകീരം ആൾക്കാർക്ക് ശനിയുടെ ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണ്. അത് അടുത്ത 2025 മാർച്ച് ആവുമ്പോഴേക്കും ഒരു മാറ്റം വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ശനിദശയുടെ ഒരു അവസാനം പ്രതീക്ഷിക്കാം ഈ 3 നാളുകാർക്ക് പ്രത്യേകിച്ച്. കാരണം ഞാനും ഉണ്ട് അതുകൊണ്ടാണ് എനിക്കറിയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൽ വലിയ എക്സ്പെർട്ടൊന്നുമല്ല, ഞാൻ കേട്ടത് പറയാണ്. പക്ഷെ നിങ്ങൾ കൂടി അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടപ്പോൾ. നല്ലൊരു പോസിറ്റീവ് ന്യൂസ് അല്ലേ. അപ്പം നമുക്ക് ശനിദശ മാറി വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു സെപ്റ്റംബറിന് ശേഷം ചിങ്ങം തൊട്ട് ചിങ്ങത്തിനപ്പുറം ഒരു മാറ്റം എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, മാറ്റങ്ങൾ തുടങ്ങും, നല്ലതിലേക്ക് വരാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസ് ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് അത്ര അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ശനിദശ ഉള്ളവർക്ക് പക്ഷേ ഐ തിങ്ക് മേ ബി ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കാം. ഓക്കെ, ശനിദശ വരുന്ന തന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനാണെന്ന് പറയും. ചില കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ്, കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന സമയമാണെന്ന് പറയും. ഇവിടെ അത് തന്നെയാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങളുടെ ചിലവർക്ക് ശനിയുടെ അപഹാരങ്ങളായിരിക്കാം, അപഹാര സമയങ്ങളായിരിക്കാം. അതായത് നിങ്ങൾക്ക് ശനിദശ ആവണമെന്നില്ല, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്കൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്ന പേടിയുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് മേ ബി നിങ്ങൾക്ക് അറിയുമായിരിക്കും, നിങ്ങളുടെയൊക്കെ ജാതകത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സമയത്തിൽ ശനിയുടെ അപഹാരം വലതും നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുണ്ടെങ്കിലും ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഞാൻ പോരാത്തതിന് ഇപ്പോൾ കൊല്ലവർഷം മാറി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തായാലും ശനിദശയുടെ ഒരു മാറ്റം സംഭവിക്കുന്ന കാലമാണ്. ആൻഡ് അത് മാറുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടേ പോകുള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ലത് വരും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലെസൺസ് തരുവാണ്, പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി മുന്നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, അതിനെ കുറേ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വരുന്ന ഒരു സമയമാണ് ഈ ഒരു ശനിദശ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലവർ വിട്ടുപോവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വേറെ നല്ലത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പോരാത്തതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഒരുപാട് ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, നമ്മൾ സ്പിരിച്വൽ, അതായത് ഭക്തി, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം കൂടുന്നുണ്ടാവാം. നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളോട് പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൂടുതൽ അടുപ്പിക്കാൻ എന്താ, നമ്മുടെ കർമ്മകൾ തീർന്നു വരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മുടെ ജീവിതം ഒന്ന് മറിയാൻ വേണ്ടിയുള്ള ഒരു സമയമാണെന്ന് എടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു ഇന്ന് ടാരോവും ആസ്ട്രോളജിയും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഞാൻ രാവിലെ ഇരുന്നത് കേട്ടു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇവിടെ വരുന്നത് ഇപ്പോൾ ഐ തിങ്ക് ഈ ഒരു സമയം മാറ്റത്തിൽ, ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു നമ്മുടെ കൊല്ലവർഷം 1200 തുടങ്ങുന്ന സമയത്ത് ഐ തിങ്ക് നിങ്ങൾ ആ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ ആഴ്ച എന്ന് പിടിച്ചോളൂ. ഓക്കെ, ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ലേശം അല്ലെങ്കിൽ ഇത്രയും കാലം അനുഭവിച്ച ഒരു സ്ട്രെസ്സ്, നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഞാൻ ഓവറോൾ എന്ന് പറയുന്നുള്ളൂ, കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, ഓവറോൾ നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് പല കാര്യത്തിലും ആയിരിക്കാം. ജോലി, കരിയർ, പഠിക്കൽ, പഠനം, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക, പല ഭാരങ്ങൾ നിങ്ങളുടെ മേലെ വന്നുപെടുക, ഒരുപാട് ഫൈനാൻഷ്യൽ ബേർഡൻസ് നിങ്ങളുടെ മേലെ വന്നുപെടുക, ബന്ധുക്കളുടെ, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ മേലെ വരിക. ഓക്കെ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം ബിസിനസ്സിലെ തകർച്ചകൾ, അല്ലെങ്കിൽ അങ്ങനെ പലതരം ഇഷ്യൂസാണ് എനിക്കിവിടെ കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നവർ നിങ്ങളെ ചതിക്കുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് അഡിക്ഷൻസിലേക്കൊക്കെ നിങ്ങൾ പോയി പെട്ടിട്ടുണ്ടാവാം. കാരണം അത്രത്തോളം നിങ്ങൾ ടെൻഷൻ ആയിരിക്കാം. ആ ടെൻഷൻ കൊണ്ട് മേ ബി ഡ്രിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട് എന്നും പറയാം. ഓക്കെ, അങ്ങനെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ നെഗറ്റീവ് പീരീഡ് ആയിരിക്കാം ഇത്രയും കാലം നടന്നതും. ഓക്കെ, ഇപ്പോഴും തൽക്കാലം ഐ തിങ്ക് ഇപ്പോൾ പ്രസന്റ് കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരേണ്ടതാണ് ശരിക്കും. ഓക്കെ, സക്സസ്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ വരേണ്ടതാണ് ശരിക്കും. ഓക്കെ, അതൊക്കെ പക്ഷെ അതിനെല്ലാം തടസ്സങ്ങളാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ ഒരു എല്ലാത്തിനും തകർച്ചകളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അടുത്തെത്തുമ്പോൾ, നിങ്ങൾ വളരെ അടുത്ത്, നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട് തോന്നും, നിങ്ങൾക്ക് തോന്നും യെസ് വന്നു, എൻ്റെ കയ്യിൽ കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നും. അതെന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യം വെച്ച് കണക്ട് ചെയ്യുക. ബന്ധങ്ങളായാലും, ജോലി കരിയറിൻ്റെ കാര്യത്തിലായാലും, പഠിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് തോന്നും ഇത്തവണ എന്തായാലും ഞാൻ എക്സാം ക്ലിയർ ചെയ്യും എന്ന് തോന്നും. പക്ഷെ എന്തെങ്കിലും അവസാന മിനിറ്റിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, വീട് കെട്ടാൻ ആലോചിച്ചു, അതിൻ്റെ കാര്യങ്ങൾ തടസ്സപ്പെടുക, ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തു, അതിൻ്റെ വരാതിരിക്കുക. നിങ്ങൾ എല്ലാ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും യെസ് എനിക്ക് കിട്ടും, എന്തായാലും കിട്ടും എന്ന് തോന്നും. പക്ഷെ അപ്പോൾ ഫൈനലി പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മിസ്സായി പോവുക. നിങ്ങൾ എവിടെയെങ്കിലും യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തടസ്സങ്ങൾ വരാം.
എല്ലാം നിങ്ങളുടെ അടുത്ത് വരെ എത്തിയിട്ട് തകർന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾ വല്ലാതെ നിങ്ങളെ ബേർഡൻ ആക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. അത് പലരെയും കണ്ണുതട്ടൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കാത്ത ശത്രുക്കൾ ഉണ്ടാവാം. ഓക്കെ, ഇത് അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ നന്നായിരിക്കുന്നു എന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ. ഓക്കെ, അത് മാത്രമല്ല ചിലപ്പോൾ നെഗറ്റീവ് കൂട്ടുകെട്ടുകൾ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ മീൻസ് അവർ നിങ്ങളുടെ മുമ്പിൽ നല്ലതായിട്ട് നിന്നാലും അവർക്ക് ആക്ച്വലി ഇത് രണ്ടും ഒപ്പമാണ് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ചിലവർക്ക് ബ്ലാക്ക് മാജിക് എനർജി, ചിലവർക്ക് കണ്ണുതട്ടൽ, ചിലവർക്ക് ഒരു ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തവർ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണിത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും, മനസ്സിലാക്കി തരും, ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണത്. കാരണം ഓക്കെ, പക്ഷെ എല്ലാം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സക്സസ് എത്തേണ്ടതാണ്, സക്സസ് കിട്ടേണ്ടതാണ്. പക്ഷെ അതെല്ലാം ആ ലാസ്റ്റ് മിനിറ്റിൽ തടസ്സപ്പെട്ട് പോവുകയാണ്. ഇത്രയും കാലം അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നാം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നാം. ഓക്കെ, ചിലവർ ചിലപ്പോൾ വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അങ്ങനത്തെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇത്രയും കാലത്തൊരു എനർജി ആയിരിക്കാം അത് വരുന്നത് എനിക്ക്. ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് സ്പിരിച്വൽ ആവുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്പിരിച്വൽ ആവുക. സ്പിരിച്വൽ ആവുക മീൻസ് പ്രാക്ടീസ്, ഡെയിലി ഒരു പ്രാക്ടീസ് വെച്ച് നിങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കാനിരിക്കുക. ഒരു സമയം വെച്ച് ഫിക്സ് ആക്കി വെച്ച് രാവിലെയും വൈകിട്ടും 2 നേരം, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുക, പ്രാർത്ഥിക്കുക, പ്രാണായാമം ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ പ്രാർത്ഥനയ്ക്ക് ഒരു ഭാഗത്ത്, പക്ഷെ നിങ്ങൾ അവനവനെ ആദ്യം ശാന്തമാക്കി വെക്കുക. അപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. സ്പിരിച്വൽ ഒരു ഗൈഡൻസിന്റെ സമയമാണിത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, അത് ഞാൻ ഫ്യൂച്ചറിലേക്ക് പറയാം. ഓക്കെ, ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം ഇൻറ്റ്യൂഷനാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇരുന്നിങ്ങനെ ശരിക്കും ശാന്തമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒരു കാമാക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ യൂണിവേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ അങ്ങനെ കൂടുതൽ കണക്ട് ആവുക, നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ജീവിതം നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ച് ഒരുപാട് റീഡിങ് എടുത്തിട്ടും ചോദിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് സമാധാനം കിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു 3 ആളുടെ അടുത്ത് പോയിട്ട് റീഡിങ് എടുത്തിട്ട് 3 ആൾ 3 തരം ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതിൽ നിന്ന് ഈ 3 പേര് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാ ശരിയെന്ന് തോന്നുന്നത്? ഓക്കെ, നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത്, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. കാരണം നമ്മൾ പുറമേ നിന്ന് കിട്ടുന്ന ഹെൽപ്പ് ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അത് അങ്ങനെയാണ്, നമ്മുടെയൊക്കെ ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്. സോ നിങ്ങൾ ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ഓപ്ഷൻസ് കിട്ടും. ഇനിയും ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് അവസാനിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ജീവിതം അവസാനിച്ചു അല്ലെങ്കിൽ കാര്യങ്ങൾ അവസാനിച്ചു ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ടവർ മൊമെന്റ് ഇതൊക്കെ ജസ്റ്റ് മൊമെന്റ്, ഒരു ഫേസ് ആണ്. ഇത് കഴിഞ്ഞ് മാറി വരും, തീർച്ചയായിട്ടും അത് മാറി വരും. ഈ സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും, നിങ്ങൾക്ക് സക്സസ്സുകൾ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഓഫർ ആക്ച്വലി ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ് ആണ്. ഇതിനപ്പുറം എന്താ വേണ്ട നമുക്ക്, അല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആൻഡ് എല്ലാ തരത്തിലും അബണ്ടൻസ് ആണ് എനിക്ക് കാണുന്നത്. ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ രണ്ട് തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് ഇങ്ങനത്തെ സമയങ്ങളാണ്. ഓക്കെ, സോ ഇത്രയും കാലം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നല്ലോണം വേദനിച്ചിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും, പല തകർച്ചകളും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അതിനെല്ലാം അവസാനം എന്താ? സെലിബ്രേഷൻ. ഓക്കെ, സെലിബ്രേഷൻ ആണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ചിലത്. ഓക്കെ, നിങ്ങൾ എന്താണ് വിട്ട് മാറിപ്പോകണം. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിട്ട് കളഞ്ഞേക്കുക. കാരണം അത് മാറാനുള്ളതാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ളതാണ്. വിഷമത്തിൽ ഇരിക്കാതിരിക്കുക. ഈ മൂൺ കാർഡ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ ഇതിൽ മാത്രം നിൽക്കാതിരിക്കുക. ഓക്കെ, നഷ്ടപ്പെട്ടു എന്ന് മാത്രം ആലോചിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, എളുപ്പമല്ല എനിക്കറിയാം. കാരണം നമ്മളിപ്പോൾ ഒരു ജോലി കരിയറൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടും. ഓക്കെ, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും.
ആ സമയത്തൊക്കെ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ ചിലത് നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് ജോലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുവരാം. പോരാത്തതിന് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഗൈഡൻസും കിട്ടും, പല വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതൊക്കെയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഈ ഒരു സമയം ഇപ്പം നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഫേസസ് കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളെല്ലാം പുറത്തു വരും, പേടിക്കേണ്ട. ഓക്കെ, ഐ തിങ്ക് ഇനി മുന്നോട്ട് നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചറാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ബട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഇവിടെ നെഗറ്റീവ് എനർജീസ് ഒരുപാടുണ്ട്. സോ അതിന് വേണ്ട റെമഡീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണമെങ്കിലൊക്കെ ഒന്ന് നോക്കി ചെയ്യിക്കാം. ഓക്കെ, പിന്നെ ശനിദോഷത്തിൻ്റെ അങ്ങനത്തെ വല്ല ഇഷ്യൂസ് ആണെങ്കിൽ അത് മാറാനുള്ളത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. അങ്ങനെ വിട്ടുപോയാലും അത് പോയിക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ ലെസൺ തന്നിട്ടാണ് ചിലത് പോകുന്നത്. ആ ലെസൺസ് നമ്മുടെ മുന്നോട്ട് ലൈഫിൽ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ആൻഡ് ഫുൾ മൂൺ സമയത്ത് ഐ തിങ്ക് യെസ് ചില റിവലേഷൻസ് വരുന്നതായിരിക്കാം. യെസ്, ഇത് നമ്മളൊരു ഹിഡൻ കാര്യം എന്ന് പറയും കേട്ടോ. ഈ കാർഡിന് നമ്മൾ ചില മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയും. അപ്പോൾ മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ഓൾറെഡി ഐ തിങ്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മളത് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫുൾ മൂണിൻ്റെ എനർജി ആയിരുന്നിരിക്കും, ഞാനത് കണക്ട് ചെയ്ത് ആലോചിച്ചില്ല അത്രയ്ക്ക്. പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ട് ഫുൾ മൂണിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് റിവലേഷൻസ് വരികയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ആൻഡ് ആ മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങും. ഓക്കെ, മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, എന്തായാലും മാറ്റങ്ങൾ വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്. ബട്ട് യെസ്, ചില പ്രശ്നങ്ങൾ അനുഭവിക്കാനുണ്ട് നിങ്ങൾ. അത് നമുക്കിപ്പോൾ നിവർത്തിയില്ല. അത് കടന്നു കിട്ടാൻ നമുക്ക് ധൈര്യവും ശക്തിയും തരണേ. ആരോഗ്യം കൊണ്ടും മാനസികമായിട്ടും നമ്മൾ തളരാതെ പിടിച്ചു വെക്കാൻ സഹായിക്കണമെന്ന് ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഫുൾ മൂൺ റെമഡീസ് ഒന്ന് ചെയ്തോളൂ. വിഷ് മാനിഫെസ്റ്റേഷൻ 2-3 തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്, ഒന്ന് പോയി കാണാം. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാം. നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്, എന്താ ചെയ്യേണ്ടത് നിങ്ങൾ. ബ്രൗൺ ബെയർ, ടേക്ക് ടൈം ഔട്ട്, ബാഡ് സ്പിരിറ്റ്, ബി ഫിയർലെസ് ആൻഡ് ബോൾഡ്. ഗുഡ്. ഗ്രാസ് ഹോപ്പർ, ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ക്യാമിലിയോൺ, ആക്ട് ആസ് ഇഫ്. ഓക്കെ, ഗുഡ്. കോയി ഫിഷ്, ദർ ഇസ് ഓൾവേസ് ഇനഫ്. Armadillo, set healthy boundaries. Yes, ഇതാണ് ഞാൻ പറഞ്ഞത്. And starfish, open to infinite possibility. Give with gratitude and grace. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു റീബർത്ത് ഈസ് അഷ്വേർഡ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉറപ്പാണ്. യൂണിവേഴ്സ് പറയുന്നുണ്ട് റീബർത്ത് ഈസ് അഷ്വേർഡ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ബെറ്റർ ആയിട്ട് മാറി വരും, ഉറപ്പാണ്. ഓക്കെ, ഒരു സംശയവും വേണ്ട. ആൻഡ് ഗിവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്തുണ്ടോ നമ്മുടെ കയ്യിൽ, യൂണിവേഴ്സ് നമുക്ക് ഇത്രയും കാലം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഫേസിലാണ്, യെസ്, പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടായിട്ടില്ലേ, അതിനെക്കുറിച്ച് ഓർക്കൂ. ഓക്കെ, അതിന് നന്ദി പറയൂ. എനിക്ക് അന്ന് നല്ലത് തന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ഇനിയും എനിക്ക് തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇത്രയും അറ്റ്ലീസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടിലും ചിലപ്പോൾ നമ്മൾ തകരാതെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാം, ഉള്ളതിന് ആദ്യം നന്ദി പറയാം. ഓക്കെ, ആൻഡ് ടേക്ക് ടൈം ഔട്ട് എന്ന് പറയുന്നത് ഒരു ലേശം റിലാക്സ് ആവുക നിങ്ങൾ. ഓക്കെ, അല്പം റിലാക്സ് ആയിട്ടിരിക്കാം, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, സ്ട്രെസ്ഫുൾ ആവണ്ട. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചില നമ്മൾ പോസിറ്റീവ് മൈൻഡിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, ആൻഡ് ബി ഫിയർലെസ് ആൻഡ് ബോൾഡ് എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കാതെ ഓക്കെ ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. യെസ്, തകർച്ചകൾ വരും, പ്രശ്നങ്ങൾ വരും, വീണുകൊണ്ടിരിക്കും, പലതവണ വീഴും. പക്ഷെ പേടിക്കേണ്ട, വീണ്ടും 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 ശ്രമിക്കാനുള്ള ധൈര്യം കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ആൻഡ് നിങ്ങൾക്ക് ഐ തിങ്ക് എന്തെങ്കിലും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു റിസ്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. കെമിലിയോൺ, ആക്ട് ആസ് ഇഫ് എന്നാണ് പറയുന്നത്. കെമിലിയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ഒന്ത് അല്ലേ, ഒന്തെങ്ങനെയാണ് എന്തിൽ പോയിരിക്കുന്നോ അതിൻ്റെ നിറത്തിലാവും എന്ന് പറയുമല്ലോ അല്ലേ, നിറം മാറുമെന്ന് പറയും. പക്ഷേ ഇവിടെ അതിനെ ഒരു വളരെ നല്ലൊരു ഇതായിട്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്താണോ ആഗ്രഹം, ഓക്കെ, അത് ഓൾറെഡി കയ്യിൽ കിട്ടിയ പോലെ നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ അതിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, നന്ദി ദൈവമേ എന്ന് പറയാം. എനിക്ക് ജോലി കിട്ടി, നന്ദി. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാം. ഓക്കെ, ആ തരത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക എന്നാണ് പറയുന്നത്. വന്നോളും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. യെസ്, വരും, എൻ്റെ കയ്യിൽ കിട്ടും, എനിക്ക് ആഗ്രഹമുള്ളത് എനിക്ക് കിട്ടും, ദൈവം തന്നിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. ആൻഡ് അതുപോലെ ഓൾറെഡി ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഓക്കെ, ദർ ഈസ് ഓൾവേസ് ഇനഫ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കിട്ടും, അതെല്ലാം കിട്ടും, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. പക്ഷേ യെസ്, സൂക്ഷിക്കാനുണ്ട്, കുറച്ചൊന്ന് അല്പം ശ്രദ്ധ വയ്ക്കുക. ആരോടോ അടുപ്പങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക.
എവിടെയാണോ ബൗണ്ടറീസ് വെക്കേണ്ടത്, അതായത് ഓരോരുത്തർക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് അനുവദിക്കണം, ഓക്കെ, അവർക്ക് ഓരോരുത്തർക്കും എത്ര നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെയുള്ളത് ചില ബൗണ്ടറി നിങ്ങൾ വെക്കാനുണ്ട്. ഓക്കെ, അത് പഠിക്കാനുണ്ട്. ഇതൊക്കെ ലെസൺ ആണ് നിങ്ങൾക്ക്. ആൻഡ് ഓപ്പൺ ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി, നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ്, നമ്മൾ 7 ഓഫ് കപ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്, പേടിക്കുകയോ വേണ്ട. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു ഫേസ് ഓവർകം ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അത്. ചില നമ്മളെ സ്ട്രോങ്ങർ ആക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെ സ്ട്രോങ്ങർ ആൻഡ് നമ്മളെ കൂടുതൽ ബെറ്റർ ഒരു ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം ഞാൻ. 9 ആണ്, ആൻഡ് ഇവിടെ 36 ഉണ്ട്. സോ 9 ഇവിടെ വേറെ ഉണ്ട്. ആൻഡ് 4, 3 അഗെയിൻ 30 ആണിത്, 3 തന്നെയാണ്. 14, അപ്പോൾ 5, 15, 9. ഓക്കെ, 14 അല്ലേ, 9, 10, 14. അഗെയിൻ 14. മാച്ചിങ് ആണല്ലോ. 5, 5. ഓക്കെ, ആൻഡ് 61 ഉണ്ടായിരുന്നു, 7. ആൻഡ് ഇവിടെ ഒരു 5 കൂടിയാണിത്. ഓക്കെ, യെസ്, റീബർത്ത് ഇസ് അഷ്വേർഡ്. 5. ഓക്കെ, അപ്പോൾ ചേഞ്ച് വരുന്നതാണ്, ഇതാണ് പറഞ്ഞത്, ചേഞ്ച് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ചേഞ്ച്, മാറ്റങ്ങളുടെ സമയത്ത് അങ്ങനെയാണ് ഇപ്പം. ഈ ഗ്രഹം മാറുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് മാറ്റിമറിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില തകർച്ചകൾ ആവശ്യമാണ്, എന്നിട്ടാണ് അത് റീബിൽഡ് ആവുക. ഓക്കെ, സോ റീബർത്ത് അപ്പോഴാണ് വരിക. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു ഫേസ് കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കുഴപ്പമില്ല, എല്ലാം ശരിയാവും, ബെറ്റർ ആവും. 100% ഉറപ്പിച്ച് വിശ്വസിക്കാം. നല്ലോണം ദൈവത്തിനെ പ്രാർത്ഥിക്കാം, നല്ലോണം പ്രാർത്ഥനകളിൽ മുഴുക. നിങ്ങൾക്ക് നല്ലതേ വരൂ. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, സോ നമ്പേഴ്സ് ഐ ഹോപ്പ് റെസനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചിലതൊക്കെ എന്തൊക്കെയായിരുന്നു? 9, 4, 5, 3 ഒക്കെയാണ് പറഞ്ഞിവിടെ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ആക്ച്വലി പുതുവത്സര ആശംസകൾ ഞാൻ എന്നാൽ തന്നെ പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.